ലോക്സഭയിൽ നീറ്റ് ക്രമക്കേട് പ്രത്യേക ചർച്ച വേണമെന്ന ആവശ്യം ഇന്നും നിഷേധിച്ചു. പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയി. കേന്ദ്ര ഏജൻസികളെ സർക്കാർ ദുരുപയോഗിക്കുന്നുവെന്നാരോപിച്ച് പാർലമെന്റിന് മുന്നിൽ പ്ലക്കാർഡുമായി പ്രതിഷേധിച്ചതിനു ശേഷമാണ് ഇന്ത്യ സഖ്യ എംപിമാർ സഭയിലെത്തിയത്. രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള നന്ദിപ്രമേയ ചർച്ചയ്ക്ക് ശേഷം പരീക്ഷാ ക്രമക്കേടിൽ പ്രത്യേക ചർച്ച വേണമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. എന്നാൽ ഇത് സ്പീക്കർ അംഗീകരിച്ചില്ല. രാജ്യത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ ബാധിക്കുന്ന വിഷയമാണത്. വിദ്യാർത്ഥികൾക്കൊപ്പമാണ് പാർലമെന്റ് നിൽക്കുന്നത് എന്ന സന്ദേശമാണ് കൊടുക്കേണ്ടതെന്ന് രാഹുൽ പറഞ്ഞു. सर, पार्लियामेंट से देश को मैसेज जाता है, ठीक है, और हम स्टूडेंट्स को मैसेज देना चाहते हैं कि जो नीट का इशू है वो पार्लियामेंट के लिए जरूरी है. ठीक है, इसलिए मैसेज देने के लिए हम चाहते थे कि एक दिन पार्लियामेंट चर्चा करे. मैं देखता हूँ. ठीक है. നന്ദിപ്രമേയ ചർച്ചയ്ക്ക് മുമ്പ് മറ്റ് വിഷയങ്ങൾ ചർച്ചയ്ക്കെടുക്കാറില്ലെന്ന് രാജ്നാഥ് സിംഗ് സഭയിൽ മറുപടി നൽകി. എന്നാൽ നന്ദിപ്രമേയ ചർച്ച പൂർത്തിയാകുമ്പോൾ ഒരു ദിവസം നീറ്റിനായി മാറ്റിവെക്കുമെന്ന് സർക്കാർ ഉറപ്പു നൽകണമെന്ന് രാഹുൽ ആവശ്യപ്പെട്ടു. എന്നാൽ നോട്ടീസ് നൽകുമ്പോൾ എന്ത് വേണമെന്ന് താൻ തീരുമാനിക്കുമെന്നായിരുന്നു സ്പീക്കറുടെ മറുപടി. ഇത് കേട്ടതോടെ പ്രതിപക്ഷം മുദ്രാവാക്യം വിളി ആരംഭിച്ചു. തുടർന്ന് പ്രതിപക്ഷം സഭ ബഹിഷ്കരിക്കുകയായിരുന്നു. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.